അപ്പോൾ മച്ചാമാരെ ഇത് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മുടെ ഈ വീടിൻ്റെ ഔട്ട് സൈഡിലുള്ള ഒരു ബാത്റൂമാണ്. നമ്മുടെ സർവൻറ്റിനൊക്കെ പോകാൻ വേണ്ടിയാണ് ഈ ബാത്റൂം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പണി ചെയ്യുന്നത് നമ്മൾ ഇവിടെ പ്ലംബിങ്ങിനെടുത്ത ബാക്കി വന്ന CPC പൈപ്പും അതുപോലെ കുറച്ച് ഫിറ്റിങ്സ് എല്ലാം മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലൈൻറ്റ് പ്രത്യേകം പറഞ്ഞ് ഈ പൈപ്പ് എല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ചെയ്താൽ മതി. അതുപോലെ ഒരു വാട്ടർ ഹീറ്റർ ഇവിടെ അകത്തിരുന്ന ഹീറ്റർ പോയ ഹീറ്ററുണ്ട്. ഒരു വാട്ടർ ഹീറ്ററിന്റെ പോയിന്റോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്ന് ഓപ്പൺ ആയിട്ട് പൈപ്പ് പിടിക്കുന്നു. അതുപോലെ ഇവിടെ ക്ലോസറ്റ് എല്ലാം ഫിറ്റ് ചെയ്യാനുണ്ട്. എങ്ങനെയാണ് നോക്കാം. നമ്മൾ ബാത്റൂമിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള പൈപ്പ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മളിവിടെ അടുത്ത് ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്നത് ഒരു ടാപ്പ് കൊടുക്കണം. ഒരു പച്ചവെള്ളത്തിൻ്റെ ഒരു ടാപ്പും കൊടുക്കണം, ചൂടുവെള്ളത്തിൻ്റെ ഹീറ്ററിൽ ഒരു ടാപ്പ് കൊടുക്കണം. നമ്മളിവിടെ തീ ഒട്ടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരു ക്ലിപ്പ് വെച്ച് മാർക്ക് ചെയ്യാം. ക്ലിപ്പ് നമ്മൾ എടുത്തിട്ടുള്ള SS-ന്റെ ക്ലിപ്പാണ്. ഇത് പുറത്തായതുകൊണ്ട് വെള്ളം നനഞ്ഞാലൊന്നും തുരുമ്പൊഴിക്കാതിരിക്കാൻ വേണ്ടി SS-ന്റെ ക്ലിപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സെറ്റിന്റെ പോയിന്റ് ആണ്. ഹെൽത്ത് ഹൗസിന് നമ്മൾ റെഡി സെറ്റ് ചെയ്താണ് ഇടുന്നത്. ക്ലൈൻറ്റിൻ്റെ അടുത്ത് മാക്സിമം നമ്മൾ പറഞ്ഞു ഇത് നമുക്ക് കൺസീൽ ചെയ്യാം. നമ്മുടെ മെഷീനെല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് കൺസീൽ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും ടൈൽസ് ഒട്ടിക്കുന്ന സമയത്ത് പൈപ്പെല്ലാം അകത്തായിരിക്കും, നല്ല കാണാൻ ഭംഗിയാണോ എന്ന് പറഞ്ഞ്. അപ്പം ക്ലൈൻറ്റിൻ്റെ നിർബന്ധ പ്രകാരമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഓപ്പണായിട്ട് ചെയ്യുന്നത്. കൺസീൽ ചെയ്യുന്നതാണ് ഒന്നുകൂടെ ഭംഗി. പിന്നെ ഇവിടെ നമ്മൾ ആദ്യം പണി ചെയ്തിട്ട്
ഒരു 2 പൈപ്പ് മിച്ചം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ബാക്കി കുറച്ച് ഫിറ്റിങ്സും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഫുള്ളായിട്ട് അങ്ങ് CPVC ചെയ്യാം. ഇതിൻ്റെ ഹീറ്റർ വയ്ക്കുന്നത് ഒരു റിനോവേഷൻ ചെയ്തൊരു വീടാണിത്. അപ്പോൾ വീട്ടിൽ അകത്തിരുന്ന ഒരു പഴയ ഹീറ്ററുണ്ട്, വാട്ടർ ഹീറ്റർ. അപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞ് ആ ഹീറ്റർ വേസ്റ്റ് ആകേണ്ട നമുക്ക് പുറത്ത് വയ്ക്കാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഹീറ്ററിൻ്റെ പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ താഴെ ഒരു ക്ലിപ്പ് അടിച്ചിട്ടുണ്ട്. ഈ ഇതേ ക്ലിപ്പിൻ്റെ മുകളിൽ കൂടെയാണ് നമുക്ക് അടുത്ത് ചൂടുവെള്ളത്തിൻ്റെ ലൈൻ നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മൾ നടുക്ക് രണ്ടിനും കൂടെ ഒരു സ്ക്രൂ ആണ് കൊടുക്കുന്നത്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ നിരന്നിരിക്കും. ഇവിടെ ഒരു ടാപ്പും അതുപോലെ ഇവിടെ ഒരു ടാപ്പും. നമ്മൾ ടാപ്പ് വയ്ക്കുന്നത് 85 സെൻറ്റിമീറ്ററാണ് ടാപ്പ് വയ്ക്കുന്നത്. അപ്പോൾ മച്ചാമാർ, നമ്മുടെ ബാത്റൂമിൻ്റെ പ്ലംബിങ്ങിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ കോൾഡ് വാട്ടർ, ഇത് ഹോട്ട് വാട്ടർ. ഈ കാണുന്ന പോയിന്റ് നമ്മൾ ഹെൽത്ത് ഔട്ട്സെറ്റ്. അതേപോലെ ഇത് നമുക്ക് ഫ്ലഷ് ടാങ്കിൻ്റെ പോയിന്റാണ്. പിന്നെ ഇത് നേരെ വരുമ്പോൾ ഇത് കോൾഡ് വാട്ടർ, ഇത് ഹോട്ട് വാട്ടറിൻ്റെ ലൈൻ, ഹീറ്ററിൻ്റെ പോയിന്റ്. ഹീറ്റർ നമ്മൾ ഇവിടെയാണ് വയ്ക്കുന്നത്. ഇവിടെയാണ് ഇലക്ട്രീഷ്യന്മാർ ഒരു പോയിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 ലിറ്ററിൻ്റെ ഹീറ്റർ വെച്ചിട്ട് 1.5 കണക്ഷൻ രൂപയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യും. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇവിടെ ക്ലോസറ്റും ബാക്കി ടാപ്പൊക്കെ ഫിറ്റ് ചെയ്ത് എങ്ങനെ നോക്കാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫിറ്റിങ്സ് വേറെ വലുതായിട്ടൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൾഡ് വാട്ടറിന് PVC പൈപ്പാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഈ കാണുന്നത് പഴയ ഒരു ഹീറ്ററാണ്. നമ്മൾ ഔട്ട്സൈഡ് അകത്തിരുന്നത് പഴയ ഹീറ്ററാണ്. ഇവിടെ പിന്നെ ഔട്ട്സൈഡ് ബാത്റൂം ആയതുകൊണ്ട് ക്ലൈൻറ്റ് പറഞ്ഞ് ഇവിടെ ഒരു ഹീറ്ററോടെ വയ്ക്കുക. അങ്ങനെ അതിന് വേണ്ടി മാത്രം ഒരു CP ടാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹെൽത്ത് ക്ലോസറ്റ് വച്ചിട്ടില്ല. അതൊരു PVCയുടെ കുറഞ്ഞത് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ ക്ലോസറ്റ് പേര് വരുന്ന ക്ലോസറ്റാണ് നമ്മൾ വെച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു വീഡിയോ ആണ്. ഓപ്പൺ ആയിട്ട് നമ്മൾ ലൈൻ ചെയ്തത് നമ്മൾ കാണിച്ചതേ ഉള്ളൂ. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.